പ്രിയപ്പെട്ട സഹോദരി, മറിമാണ്ടം കൂശ്മാണ്ടം എപ്പിസോഡ് 2 നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണത്തെ എപ്പിസോഡിനെ കുറിച്ച് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വൻ വ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്, അല്ലേ മറി? അതെ, 65 വ്യൂസ് ആസ് ഓഫ് നൗ. 100 ആവുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. ബട്ട് എനിവേസ്, അല്ല, എനിക്കത് 10 കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ചില്ല ഇത് ഒരു 20 അക്കം കിടക്കുമെന്ന്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും 3 ഇരട്ടി വ്യൂസ് കിട്ടി. ദൈവാനുഗ്രഹം. അപ്പോൾ ഇനിയും തുടരെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത 9 സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുക. ഇന്ന് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജ് ലൈഫ് ആൻഡ് ഹോസ്റ്റൽ ജീവിതത്തിനെ കുറിച്ചാണ്. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിൽ ഒരേ ഹോസ്റ്റലിലായിരുന്നു, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു ലൈഫും ലെസൺസും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഷ്മാട്ട് എങ്ങനെയാണ് കറങ്ങിത്തിരിഞ്ഞ് ഈ കോളേജിൽ എത്തിയത് എന്നുള്ളതാണ്. അതിനു മുന്നേ ഞങ്ങൾ ഈ കോളേജ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അനോണിമസ് ആക്കി വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ വെക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഈ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കേട്ട് കഴിയുമ്പോൾ ചിലർക്കെങ്കിലും ഈ കോളേജിന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഗസ് ചെയ്യുവാണെങ്കിൽ കമന്റ് ബില്ലോ. അപ്പൊ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് നീ കറങ്ങിത്തിരിഞ്ഞ് ഈ കോളേജിൽ എത്തിയത്? എന്തുകൊണ്ടാണ് ഈ സ്ട്രീം എടുത്തത്? എന്തായിരുന്നു അതിന്റെ പിന്നിലെ ഒരു കഥ? അപ്പൊ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ എങ്ങനെയാണ് ഈ കോളേജ് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ റേഡാറിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഞാൻ സത്യമായിട്ട് ഓർത്തിട്ടില്ലായിരുന്നു. ഞാൻ മെഡിസിൻ റിപ്പീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ പപ്പ പറഞ്ഞു, ഇങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമൊന്നുമില്ല, ഞാനെന്നാ കോളേജിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഈ കോളേജിൽ ഞാൻ മെക്കാനിക്കൽ എൻജിനീയറിങ് എടുത്തു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. എന്റെ സ്റ്റോറി ഒട്ടും വ്യത്യസ്തമല്ല. ഞാനിങ്ങനെ +2 വരെ പഠിച്ച് ക്ഷീണിച്ച് ഓൾമോസ്റ്റ് ഒരു ഗോളും ഇല്ലാതെ ഇങ്ങനെ എന്ത് പഠിക്കണം എന്ന് പോലും അറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഒരു സീരിയൽ ഉണ്ടായിരുന്നു സൂര്യ ടിവിക്കകത്ത്. ഒരു സീരിയലിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു വക്കീൽ ഇങ്ങനെ കേസ് സോൾവ് ചെയ്യുന്ന ഒരു സീരിയലായിരുന്നു. അപ്പൊ അത് കണ്ട് ഇൻസ്പയർഡ് ആയി വക്കീലാവാൻ പോയാലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്റെ ചാച്ചൻ ഇങ്ങനെ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രീം ഉണ്ട്, കേരളത്തിലധികം കോളേജുകളിൽ ഇത് അവൈലബിൾ അല്ല. എന്റെ ഒരു റിലേറ്റീവ് ആ സമയത്ത് ഈ സെയിം സ്ട്രീം പഠിക്കുന്നുണ്ടായിരുന്നു ഗവൺമെന്റ് കോളേജില്. അപ്പോ ഞങ്ങൾ ആദ്യം ഫിക്സ് ചെയ്തത് ഈ ഒരു സ്ട്രീം പഠിക്കാം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അത് എവിടെ പഠിക്കാൻ പറ്റും, കാരണം എനിക്ക് റാങ്ക് ഒക്കെ ഭയങ്കര വലുതായതുകൊണ്ട് ഗവൺമെന്റ് കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടത്തില്ലായിരുന്നു. അപ്പോ എവിടെ ഇങ്ങനെ പഠിക്കാം എന്ന് നോക്കി, സ്വാശ്രയ കോളേജ് എന്നല്ലേ അതിന് പറയുന്നത്? അങ്ങനെയൊന്നും ചോദിക്കല്ലേ. അങ്ങനെ നോക്കിയാണ് ഈ ഒരു പർട്ടിക്കുലർ കോളേജ് കണ്ടുപിടിച്ചത്. എന്നിട്ട് അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോ ഇതൊരു ക്രിസ്ത്യൻ കോളേജ് ആയിരുന്നു. അപ്പൊ അവിടെ ക്രിസ്ത്യൻ കോട്ട അവൈലബിൾ, കമ്മ്യൂണിറ്റി കോട്ട അവൈലബിൾ ആയിരുന്നു. അതായത് കത്തോലിക് ആയിട്ടുള്ള 2 പേർക്ക് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ആ കോഴ്സ് പഠിക്കായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അവിടെ അഡ്മിഷൻ എടുത്ത്. പിന്നെ കോളേജ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഒരു അടിപൊളി സ്ഥലമായിട്ടാണ് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഒരു അങ്ങ് കിഴക്കുള്ള ഒരു റീജിയൻ ആയതുകൊണ്ട് അതിന്റെ ഒരു പ്രത്യേക പ്രകൃതി രമണീയതയും ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കണ്ട് അവിടെ വീണു പോയതാണ് ആക്ച്വലി. അതാണ് എൻ്റെ ഒരു സ്റ്റോറി. കോളേജിൽ ആദ്യമേ കയറുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. കാരണം ഇതുപോലെ ക്ലീൻ ആയിട്ടുള്ള, ഇതുപോലെ ഭംഗിയുള്ള കോളേജ് കേരളത്തിൽ വളരെ വിരളമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്റെയും അറിവ് അത് തന്നെയാണ്. എല്ലാവരും അതിനെ മലമുകളിലെ സുന്ദരി എന്നായിരുന്നു അഭിസംബോധന ചെയ്തോണ്ടിരുന്നു. ഇത് കേട്ട് കഴിയുമ്പോ തന്നെ കുറച്ചു പേർക്കെങ്കിലും കത്തുവേത സ്ഥലം എന്ന്. പക്ഷേ എനിവേ വി ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ഇറ്റ്. പിന്നെ നമ്മള് ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുത്തല്ലേ, അതെങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? ഹോസ്റ്റലിൽ ഫ്രഷേഴ്സിന് 3 ദിവസം ഉണ്ടായിരുന്നു ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫ്രഷേഴ്സിനെ 3 പേരുള്ള മുറിയിൽ ആയിരുന്നു അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 3-ാമത്തെ ദിവസമായിരുന്നു വന്നപ്പോൾ. അപ്പോൾ
എൻ്റെ ആദ്യത്തെ 2 റൂംമേറ്റ്സ് ഓൾറെഡി ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രാഞ്ചിലുള്ള വേറെ പെൺകുട്ടികളൊന്നും ഞാൻ കണ്ടില്ല. ഞങ്ങൾ 120 പേരിൽ 2 പെൺകുട്ടികളാണുള്ളത് മെക്കാനിക്കൽ ബ്രാഞ്ചിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അതിനകത്ത് ഇങ്ങനെ രണ്ടാമതൊരാളുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒറ്റപ്പെട്ടു പോവും. അങ്ങനെ വിചാരിച്ച് ഞാൻ എൻ്റെ ആദ്യത്തെ മുറിയിൽ എൻ്റെ റൂംമേറ്റ്സിൻ്റെ അവിടെ കയറി ചെന്നു. പക്ഷേ ഐ റിമെമ്പർ അവർ ഭയങ്കര വാമായിരുന്നു. എന്താണെങ്കിലും ആദ്യത്തെ ദിവസം ഐ വാസ് വെരി എക്സൈറ്റഡ് ഫോർ ഹോസ്റ്റൽ. കോളേജിനേക്കാളും കൂടുതൽ എനിക്കൊന്ന് ഹോസ്റ്റലായിരുന്നു എക്സൈറ്റഡ് ആയിരിക്കുന്നത്. കാരണം അതിനൊരു കാരണമുണ്ട്. ഞാൻ +1 +2 ഞാൻ ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ അത് പ്രസ്റ്റീജിയസ് സ്കൂളൊക്കെ, പക്ഷേ അവിടുത്തെ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി സ്ട്രിക്റ്റ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്നപ്പം എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ഫ്രീഡം കിട്ടിയൊരവസ്ഥയായിരുന്നു. നീ എപ്പോഴായിരുന്നു ഹോസ്റ്റലിൽ? എനിക്ക് 3 ഡേയ്സിന്റെ സംഭവം ഓർമ്മയില്ല. പക്ഷെ ഞങ്ങള് ഏതോ ഒരു ദിവസം എത്തി. എന്റെ ചാച്ചൻ പിന്നെ ഞങ്ങളുടെ വീട്ടില് ജോലിക്ക് നിൽക്കുന്ന ഒരു ചേട്ടൻ എന്റെ പെട്ടി ചുമക്കാനായിട്ട് ഞങ്ങൾ ഇത്രയും പേരും കൂടെ ചാച്ചിക്കുമായിട്ടാ വന്ന്. ഹോസ്റ്റൽ കണ്ടു കഴിഞ്ഞപ്പോ ഒരു നോർമൽ ഒരു സ്ക്വയർ റൂം, 3 കട്ടില്, പ്രത്യേകിച്ച് ഫാൻസി ഒന്നുമില്ല. ജസ്റ്റ് പഠിക്കാനായിട്ട് ഒരു ടേബിള്, ചെയർ, പിന്നെ ഒരു ഷെൽഫ്, അല്ലെ ഒരു 3 ഷെൽഫ് സാധനങ്ങൾ വെക്കാനായിട്ട്, അലമാരി പോലത്തെ അങ്ങനത്തെ ഒരു പിന്നെ ഒരു ചെറിയ ബാൽക്കണി, തുണി വിരിക്കാനൊക്കെ ആയിട്ട്. അത്ര ഒരു ചെറിയ സെറ്റപ്പിലായിരുന്നു. നമ്മൾ പുതിയ ബ്ലോക്കിലായിരുന്നു ആക്ച്വലി, അല്ലെ. ആദ്യത്തെ ദിവസം വന്ന് ഇങ്ങനെ പെട്ടിയെല്ലാം കൊണ്ടുവച്ച് ചാച്ചനിങ്ങനെ, അപ്പൊ അന്ന് ഫോണൊന്നും അലൗഡ് അല്ല ഹോസ്റ്റലിൽ. ഫസ്റ്റ് ഇയേഴ്സിന് പ്രത്യേകിച്ചും ഫോൺ കയ്യിൽ വെക്കാനായിട്ട് ഫെസിലിറ്റി ഇല്ല. നമ്മുടെ റൂമിൽ ഓരോ ലാൻഡ് ഫോൺ ഉണ്ട്. അതൊരു ഇന്ന സമയത്ത് ഓൺ ആകും, 1 മണിക്കൂർ എങ്ങാണ്ട്, 1.5 മണിക്കൂർ എങ്ങാണ്ട്. അപ്പൊ ആ ലാൻഡ് ഫോണിൽ നിന്ന് വേണം വീട്ടിലേക്ക് വിളിക്കാൻ. അങ്ങനത്തെ സ്ട്രിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെയും റാൻഡം ആയിട്ട് റൂം അലൊക്കേറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ സിവിലിലെ 2 പിള്ളേരുടെ കൂടെ ആയിരുന്നു ആദ്യത്തെ വർഷം. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് ആദ്യ ദിവസം ചാച്ചൻ പോകാറായപ്പം, ഉച്ചയ്ക്ക് അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പം ഭയങ്കര ഒരു വിഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പൊ ഒരു പ്രത്യേക സങ്കടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ചാച്ചൻ കുറച്ച് പോക്കറ്റ് മണിയൊക്കെ തന്നപ്പോ സന്തോഷം. പിന്നെ ആദ്യത്തെ ദിവസം അവിടെ നടന്ന് എന്റെ 2 റൂംമേറ്റ്സും ഞാൻ വന്നതിന് ശേഷം വന്നേ. അപ്പൊ അവരെയൊക്കെ പരിചയപ്പെട്ടു. പിന്നെ ആ ബ്ലോക്കിൽ നടന്ന് പുതിയ വന്നവരെ എല്ലാം പരിചയപ്പെട്ടു. അപ്പൊ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്, ഫസ്റ്റ് ചെയ്യുന്നുണ്ട്, റാഗിങ് ഒക്കെ കാണും ഹോസ്റ്റലിൽ, ചേച്ചിമാരൊക്കെ അത് കാരണം അധികമൊക്കെ ഇറങ്ങി നടക്കാതെ റൂമിൽ തന്നെയൊക്കെ ആയിരുന്നു. ഞാനിത് ഓർക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ എല്ലാവരും ഈ പൊതുവെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, മെക്കിലെ പെൺപിള്ളേർ ഭയങ്കര കുറച്ച് റഫ് ആൻഡ് ടഫായിട്ടിരിക്കുക, ഭയങ്കര നല്ല പവർഫുൾ ഒരു ഡെമീർ ഉള്ള ഒരാളായിട്ടാണ് എല്ലാവരും ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇതെന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ്. ഞാനവിടെ ഒതുങ്ങി മിണ്ടാതെ എന്നൊരു മൂലയിൽ കൂടാനുള്ള ഇഷ്ടമുള്ളൊരു ആളായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് ഐ വാണ്ടഡ് ടു അഡ്ഹിയർ ടു ദിസ് സ്റ്റീരിയോ ടൈപ്പ് ബിക്കോസ് ഐ വാണ്ടഡ് ടു portray myself as this very serious, very strong person, which I was definitely not, which I'm still not. അതുകൊണ്ട് റാഗിങ്ങൊക്കെ വരുവാണെങ്കിൽ എൻ്റെ തലയിൽ ഇവർ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും തിരിച്ച് തറുതലയൊക്കെ പറയണം എന്നൊക്കെ വിചാരിച്ച് ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ദ റാഗിങ്. ബട്ട് ഫോർച്ചുനേറ്റ്ലി അന്ന് ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഞാൻ റാഗിങ് അനുഭവിച്ചിട്ടില്ല. അതെ, പിന്നെ ഇതൊരു സ്ട്രിക്റ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതായത് ഓൾമോസ്റ്റ് ഒരു ജയിലിൽ കിടക്കുന്ന പോലെയായിരുന്നു ഹോസ്റ്റലിൽ താമസിക്കുന്ന ഫസ്റ്റ് ഇയർ ഒക്കെ ആയിരുന്നു. അപ്പം അവർ ഓൾറെഡി ഹോസ്റ്റൽ അധികാരികൾ ഓൾറെഡി വിലക്കിയിട്ടുണ്ടായിരുന്നു സീനിയേഴ്സിന്, റാഗിങ് ഒന്നും പാടില്ല, പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞു വിടും. അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഇവര് ജനറേറ്റ് ചെയ്യും. പേടി ജനറേറ്റ് ചെയ്യാൻ ബെസ്റ്റ് ആൾക്കാരായിരുന്നു ഈ കോളേജും ഹോസ്റ്റലും. സോ അത് കാരണം ഒത്തിരി റാഗിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്താണ് സ്മൂത്ത് ആയിട്ട് പോയല്ലേ. പിന്നെ കോളേജിൽ ചെന്ന് കഴിഞ്ഞായിരുന്നു കുറച്ചൊക്കെ ആരെങ്കിലും ഒക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ റാഗിങ്ങും അല്ല, ഇങ്ങനെ പരിചയപ്പെടാനൊക്കെ വരുന്ന ഒരു
എന്താണെങ്കിൽ ഈ ഹൈപ്പ് കൊടുത്ത പോലെ റാഗിങ് ഒന്നും നമ്മള് ഇതുവരെയായിട്ടും എൻകൗണ്ടർ ചെയ്തിട്ടില്ലായിരുന്നു. അതെ അതെ. പിന്നെ ഹോസ്റ്റലിനെ കുറിച്ച് എനിക്ക് വേറെ എന്താ പറയാനുള്ളത്, ഞങ്ങള് 4 വർഷം അവിടെ താമസിച്ചപ്പം സെയിം വാർഡന്മാര് തന്നെയായിരുന്നു അല്ലേ, ഒരു വലിയ സിസ്റ്ററും ഒരു കൊച്ചു സിസ്റ്ററിന്റെ കൂടെയായിരുന്നു നമ്മൾ 4 വർഷം അല്ലേ, അവരായിരുന്നു നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഫുഡൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 7 to 8:30 അങ്ങനെ ഏതാണ്ടായിരുന്നെന്നാണ് എന്റെ ഒരു ഓർമ്മ. പിന്നെ അല്ലെ ലഞ്ച് 12:30 തൊട്ട് 1:30 വരെ അങ്ങനെ ഏതാണ്ടായിരുന്നു. 12:30 ലഞ്ച്, പിന്നെ 4:30 തൊട്ട് 5:30 വരെ സ്നാക്സ്, കാപ്പിയും സ്നാക്സും, പിന്നെ വൈകിട്ട് ഡിന്നർ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പച്ചക്കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്രിസ്ത്യൻ ഇതായതുകൊണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച മിക്കവരും പുറത്തു നിന്നൊക്കെ ഓർഡർ ചെയ്യായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ അവിടുത്തെ കഞ്ഞിയും പയറും ഒക്കെ ഇഷ്ടമായിരുന്നു. അപ്പം അല്ല, നമ്മള് സ്ഥിരം കഞ്ഞിയും പയറും അടിക്കുമായിരുന്നു അവിടെ. പിന്നെ വ്യാഴാഴ്ച ഉച്ചക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു, ബിരിയാണി ആയിരുന്നു. ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കനും കിട്ടുമായിരുന്നു. അതെ അതെ. അപ്പം ഈ ഒരു ദിവസം പ്രത്യേകം ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചിട്ട്, അപ്പൊ നമ്മള് കോളേജിൽ നിന്ന് നടന്നു വരണം. കോളേജിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ഉണ്ട് ഹോസ്റ്റലിലേക്ക്. അതെ, നമ്മള് ക്ലാസ്സിൽ ഇരിക്കുമ്പോ സാറേ 5 മിനിറ്റ് നേരത്തെ വിടാം എന്നെല്ലാം ചോദിച്ച് ഓടി അവിടെ പോയി ലൈൻ നിൽക്കായിരുന്നു. എന്നിട്ട് നമ്മൾ ലൈൻ നിന്ന് അടുക്കാറാകുമ്പോ ചിലപ്പോ ചെമ്പ് തീർന്നു പോകും. അയ്യോ അതെ, തേഴ്സ്ഡേസ് കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്ന ഈ ഒരു ആനക്കൂട്ടം കരിമ്പങ്കാട് കയറുന്ന പോലെയായിരുന്നു. എല്ലാവരും ഓടി പോകും, അത് നട്ടുച്ചയ്ക്ക്. പക്ഷേ എന്താണെങ്കിലും ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന തേഴ്സ്ഡേ ആയിരുന്നു, അതുകൊണ്ട് ആർക്കും ഒരു മടുപ്പില്ലായിരുന്നു. ഒരു 2000ഓളം പെൺകുട്ടികൾ അവിടെ താമസിക്കുന്നില്ലായിരുന്നോ ഓൾറെഡി. അപ്പൊ അത്രയ്ക്കും വലിയ ഹോസ്റ്റലും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു ചെറിയ ചാപ്പലൊക്കെ ഉണ്ട്, എല്ലാ ദിവസവും രാവിലെ ഡെയിലി മാസും വൈകിട്ട് കൊന്തയും. ഞാനൊന്നും പോയിരുന്നില്ല, കുഷ്മാന്റെ പിന്നെ എക്സാം ആവുമ്പോ പോവായിരുന്നു. അതിനെ കുറിച്ചൊക്കെ പിന്നീട് അതൊക്കെ വലിയൊരു അതെ അല്ലെ. പിന്നെ കോളേജിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ക്യാൻറ്റീനാണ്. കുഷ്മാനത്തിന് എന്താ ക്യാൻറ്റീനെ കുറിച്ച് അഭിപ്രായം? ക്യാൻറ്റീൻ, നമ്മൾ ഹോസ്റ്റൽ, ക്യാൻറ്റീൻ, കോളേജ്, ഈ 3 സ്ഥലത്ത് മാത്രമേ ഈ 4 വർഷത്തിനിടയ്ക്ക് പോയിട്ടുള്ളെന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. ഒക്കേഷണൽ പുറത്തു പോയില്ല, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പോകുന്നതായിരിക്കും. പക്ഷേ എൻ്റെയും മറിമാണ്ടത്തിൻ്റെ ഏറ്റവും നല്ല മെമ്മറീസ്, ഷെയർഡ് മെമ്മറീസ് മിക്കവാറും ക്യാൻറ്റീനിൽ പോവുക, അവിടുന്ന് പഫ്സ് കഴിക്കുക, പല കളറിലുള്ള ക്രീം ബിസ്ക്കറ്റ് വാങ്ങുക, ഹൈഡ് ആൻഡ് സീക്ക് വാങ്ങുക, ഇതൊക്കെയായിരുന്നു. അതെ അതെ. നമ്മൾ എങ്ങനെയാ അതിനു മുന്നേ പരിചയപ്പെട്ടേന്ന് പറയുന്നു. ആക്ച്വലി നമുക്ക് റൂം അടുത്തടുത്തായിരുന്നു. പക്ഷെ നമ്മള് ഫസ്റ്റ് ഇയറിൽ അധികം മെക്കിലെ പെണ്ണോ എന്നുള്ളൊരു ഇതായിരുന്നു എല്ലാവർക്കും. അപ്പം അങ്ങനെയല്ല, ലൈക് മെക്കില് ആകെ ഒരു കുട്ടിയേ ഉള്ളൂ. അവളോട് മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് എന്തെങ്കിലും വിഷമായിരുന്നു, പിന്നെ ഇവരുടെ ക്ലാസ്സിലെ ആൾക്കാരെല്ലാം തല്ലാൻ വരും. ഞാൻ അങ്ങനത്തെ ഒരു സെന്റിമെന്റ് ഉണ്ടായിരുന്നത് അറിഞ്ഞില്ല. ഞാൻ മറിമാണ്ടത്തിനോട് ആദ്യമേ സംസാരിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ ഫിസിക്സിൻ്റെ പരീക്ഷയായിരുന്നു തോന്നുന്നു, ഏതോ മിഡ് ടൈമോ അങ്ങനെ എന്തോ, എൻജിനീയറിങ് ഫിസിക്സിൻ്റെ പരീക്ഷയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം മറിമാണ്ട് അവിടെ മുറി ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് ഇന്ന സാധനം പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഇറിറ്റേഷൻ ആയിരുന്നു ആ സമയത്തെന്ന്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ പരസ്പരം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ക്ലോസ് ആവാനുള്ള കാരണം അത് പിന്നെ നമുക്ക് വരാം. സ്റ്റോറിയാണ് ക്ലോസ് ആവാനുള്ള കാര്യം. അന്ന് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കായിരുന്നു എക്സാം ആവുമ്പോൾ. സോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് ഇരുന്ന് പഠിക്കുമായിരുന്നു. അത് കാരണം ഞാൻ കുറച്ച് ഫേമസ് ആയിരുന്നു അതിന്. കാരണം ഞാൻ ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ പോയിരുന്ന് പായൊക്കെ വിരിച്ച് അവിടെ ഇരുന്ന് മണിക്കൂറുകളോളം ബ്രേക്ക് ഇല്ലാതെയൊക്കെ പഠിക്കുന്നത്. എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ അപ്പൊ എല്ലാരും വിചാരിച്ചോണ്ടിരുന്ന എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അപ്പൊ കുറെ ഡൗട്ട്സ് ചോദിക്കാനായിട്ട് ആൾക്കാരില്ല. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ വന്ന പർട്ടിക്കുലർ ഇൻസിഡന്റ് ഞാൻ ഓർക്കുന്നില്ല. ഫിസിക്സ് എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഓർക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഇന്ററാക്ഷൻ. പക്ഷെ
പിന്നെ എന്റെ ക്ലാസ്സിലെ ഒരു കൊച്ചിന്റെ റൂംമേറ്റ് ആയിരുന്നു നീ അല്ലേ? അതെ അതെ. നമുക്ക് അങ്ങനെ അനോണിമസ് ആക്കാൻ വേണ്ടി BB എന്ന് പേരിടാം. BP. അതെ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോ എങ്ങനെയാന്ന് വെച്ചാ ഹോസ്റ്റലില് നമുക്ക് ഇഷ്ടമുള്ളവരോട് റൂം എടുക്കാം. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എനിക്ക് എൻ്റെ മറ്റേ കുട്ടിയുടെ കൂടെ തന്നെ റൂം എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ റൂം സെർച്ച് ചെയ്യുക. അപ്പം സെക്കൻഡ് ഇയേഴ്സിൽ 3 പേരുള്ള റൂംസ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് കൂടുതലും. അപ്പം ഞങ്ങൾക്ക് മൂന്നാമതൊരാളെ വേണമായിരുന്നു. ആ സമയത്താണ് പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന മറിമാണ്ടത്തിനെ ഞാൻ യാദൃശ്ചികമായി കാണുന്നത്. പല്ല് തേച്ചോണ്ടിരിക്കല്ലേ, ഇവര് രണ്ടുപേരും എന്തോ ഡിസ്കസ് ചെയ്ത് റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കാം. ഞാൻ അതിലെ കൂടെ പല്ല് തേക്കാൻ രാവിലെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. രാത്രി കണ്ടാ പൊക്കോണ്ടിരുന്നത്. എപ്പോഴോ അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ചോദിച്ചു, മറിമാണ്ടം മൂന്നാമത്തെ റൂംമേറ്റ് ആവുന്നുണ്ട്. അപ്പം മറിമാണ്ട കുഴപ്പമില്ല, ഞാൻ അങ്ങനെ വേറെ റൂം ഇപ്പം നോക്കിയിട്ടില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുഴപ്പമില്ല എന്ന് പറയുന്നത് യെസ് എന്നങ്ങ് വിചാരിച്ചിട്ട് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഇപ്പം ഞങ്ങൾ ഈ സിസ്റ്ററിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് എൻ്റെ മറ്റേ മെക്രാണി ഉണ്ടല്ലോ, അവളുടെ വേറെ 2 സുഹൃത്തുക്കൾ ഇങ്ങനെ മൂന്നാമത് റൂംമേറ്റിനെ തപ്പി നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് അനുകമ്പ കൂടി അവരുടെ കൂടെ പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. വിച്ച് ലെഫ്റ്റ് അസ് ജസ്റ്റ് മറിമാണ്ടം ആൻഡ് കൂശ്മാണ്ടം. ആ സമയത്ത് റൂം കിട്ടാണ്ട് ഇരുന്ന കുറേ ആൾക്കാരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് സിസ്റ്റർ റൂമിലേക്ക് വിളിച്ചു വരുത്തി. അപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളോട് ചോദിച്ചു, മറിമാണ്ടത്തിൻ്റെയും കൂശ്മാണ്ടത്തിൻ്റെയും കൂടെ റൂംമേറ്റ്സ് ആവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ആ റൂമിൽ വന്ന പകുതി മനുഷ്യരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ മെക്കറാണി കുറച്ച് ഫേമസ് ആയതുകൊണ്ട് മിക്കവർക്കും അറിയായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ റൂം എടുക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരാള് ഭയങ്കര എക്സൈറ്റഡ് എന്റെ അറിവിൽ അന്നത്തെ ഏറ്റവും വലിയ താൻ തോന്നിയ അവളെ കേമിയും നമുക്ക് പ്രൈവസി റീസൺസ് വേണ്ടി നമുക്ക് അവൾക്ക് നോറ എന്ന് പേരിടാം. നോറ എന്ന് പേരിടാം. അതെ. പിന്നെ ഇനി നമ്മുടെ മുന്നോട്ടുള്ള പോഡ്കാസ്റ്റിൽ എപ്പോഴെങ്കിലും അവളെ അതിഥിയായിട്ട് കൊണ്ടുവരാൻ അവളുമായിട്ട് ഒരു ലോങ് ഹിസ്റ്ററി ഉണ്ട് ഞങ്ങൾക്ക്. അത് മാത്രമല്ല, അവൾ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആണ്. ഇൻഫ്ലുവൻസിങ് കാര്യമാണെങ്കിലും മീഡിയ കാര്യത്തിലാണെങ്കിലും. So Nora was a very unexpected surprise for us. അങ്ങനെ മറ്റേ മെക്രാണിയും ഞാനും മറിമാണ്ടവും കൂടെ താമസിക്കാൻ നിന്ന മുറിയിൽ നോറ കയറി വന്നു. പക്ഷേ ഐ തിങ്ക് നമ്മുടെ ഏറ്റവും നല്ല രസമുള്ള ഹോസ്റ്റൽ ജീവിതത്തിൻ്റെ തുടക്കം ചിലപ്പോൾ ആ സെക്കൻഡ് ഇയർ തൊട്ടായിരുന്നു. അതെ അതെ. സോ ഇതിൽ നിന്ന് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് അപ്പത്തൊട്ടാണ് ഞങ്ങള് കൂട്ടായി തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് തിക്കനാവാൻ ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ബേക്കറി പലഹാരങ്ങൾ വളരെയധികം ഇഷ്ടമാണ്. പൈസ ഉള്ളപ്പം കുഷ്മാണ്ടം പോയി വാങ്ങും, ഇല്ലാത്തപ്പോ ഞാൻ പോയി വാങ്ങും. ഞങ്ങൾ 2 പേരും തിന്നും, ഒറ്റ ദിവസം കൊണ്ട് തിന്നും. വീക്കെൻഡിലേക്കൊക്കെ സ്നാക്സ് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ വെള്ളിയാഴ്ചയെ തീരും. ഞങ്ങൾക്ക് എന്തോ വിഷമം അതവിടെ ഇരിക്കുന്നത്. ശരി, ഞാൻ അയ്യോ, ഞങ്ങൾക്ക് സന്തോഷം വരുമ്പോഴാണെങ്കിലും സങ്കടം വരുമ്പോഴാണെങ്കിലും ഞങ്ങളുടെ ഏറ്റവും ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന തീറ്റക്കാര്യത്തിലായിരുന്നു. അതിൽ ഞങ്ങൾ ഇതുവരെയായിട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടെങ്കിലും പിന്നെ കൂട്ടുകൂടാൻ വരുന്നത് കുറേ ബിസ്ക്കറ്റും കുറേ ചോക്ലേറ്റൊക്കെ ആയിട്ടായിരുന്നു. മാത്രമല്ല, വേറൊരു ഇൻസിഡൻറ്റ് ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ പഫ്സ് കഥ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ചില സമയത്ത് ഫുഡിന് പൈസ മുടക്കി അവസാനം പൊട്ടിയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഉള്ള ചില്ലറ പൈസ എല്ലാം കൊണ്ട് ക്യാൻറ്റീനിൽ പോയായിരുന്നു. എന്നിട്ട് അവിടുത്തെ ചേച്ചിയോട് ഇങ്ങനെ 50 പൈസ, 1 രൂപ, 2 രൂപ ഒക്കെ എണ്ണി പിറക്കി ഒരു പഫ്സ് വാങ്ങി ഷെയർ ചെയ്ത് കഴിച്ച സമയങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ അത് ഓർക്കുമ്പോൾ അതൊക്കെയാണ് ഏറ്റവും ഒരു ഫോൺ മെമ്മറി എന്ന് ചില സമയത്ത് ഓർക്കുവേ.
അതെ അതെ അതെ. പിന്നെ എന്റെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഇങ്ങനെ പൈസ സ്പെൻഡ് ചെയ്യുന്നതിന്. പക്ഷെ അവരും ഇങ്ങനെ വിചാരിക്കാന്നോ ഡ്രഗ്സ് ഒന്നും അല്ലല്ലോ, ഫുഡ് കഴിക്കാനല്ലേ അതെ. പോകുന്നത്. അപ്പൊ ഞാൻ ATM കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ചാച്ചന്റെ അക്കൗണ്ട് മെസ്സേജ് വരുമായിരുന്നു ഫോണില്. അപ്പൊ ഉം. എന്തിനായിട്ട് ഈ 50 രൂപ എടുത്തത്, പപ്സ് തിന്നാനാന്നൊക്കെ പറയുമ്പോ പിന്നെ അങ്ങനെയൊന്നും പറയുന്നുണ്ട്. ആ, അതെ അതെ. എന്താണെങ്കിലും ഹോസ്റ്റലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു വലിയ സ്കൈ വാക്കുണ്ട്. അതൊരു അതെ അരമുക്കാൽ അതെ കിലോമീറ്റർ ഉള്ളത്. ഞാൻ അതെ. ആദ്യമേ കോളേജിൽ വന്നപ്പോൾ എനിക്ക് നല്ല വെയിറ്റ് ആയിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരാളായിരുന്നു. അവിടെ 4 വർഷം ഉം, ഇത് 3 നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ ശരിക്കും മെലിഞ്ഞതാണ്. ഇപ്പൊ ഞാനും അതെ. ചിന്തിക്കും. ഞാൻ ആക്ച്വലി മെലിഞ്ഞൊന്നുമില്ല, പക്ഷെ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു ഇത്ര തീറ്റയൊക്കെ ആയിട്ടും. കാരണം ഇത്രയും അലഞ്ഞു വേണം ഹോസ്റ്റലിലെത്താൻ. ഉം. ആ, അങ്ങനെയായിരുന്നു ഒരു ഹോസ്റ്റൽ ജീവിതം. അതെ. പിന്നെ ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് ഹോസ്റ്റലിന്റെ കഥ അവസാനിപ്പിച്ച് നമുക്ക് കോളേജിലേക്ക് പോകാം. എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഹോസ്റ്റൽ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. അതായത് യൂഷ്വൽ ഹോസ്റ്റൽ പോലെ ഔട്ടിങ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വൺസ് വീട്ടിൽ പോയി ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റക്കാണ്. പിന്നെ അടുത്ത വീട്ടിൽ പോകുന്ന അവസരം വരുമ്പോൾ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. വീട്ടിൽ പോണെങ്കിൽ തന്നെ ഇങ്ങനെ പാസ് എടുക്കണമായിരുന്നു സിസ്റ്ററിന്റെ അടുത്തുനിന്ന്. ഉം. എന്നിട്ട് അത് ഗേറ്റിൽ കാണിച്ചാൽ മാത്രമേ പുറത്തു വിടുള്ളൂ. പിന്നെ ഔട്ടിംഗ് ഒന്നുമില്ല. ഔട്ടിംഗ് ചോദിക്കുമ്പോൾ അവർ പറയും എന്തിനാ ഔട്ടിംഗ് പോകുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ അതൊക്കെ കോളേജിൽ തന്നെ അവൈലബിൾ ആണല്ലോ എന്നൊക്കെയുള്ള. ബേസിക്കലി സ്റ്റക്കായിരുന്നു 4 വർഷം. നമ്മൾ കൂടിപ്പോയൊരു 10 ടൈംസ് ആ 4 വർഷത്തിനിടയ്ക്ക് പുറത്തു പോയിട്ടുള്ള ലേഡി. അതെ അതെ. അത്രേ പോയിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം, കളർ ഡ്രസ്സ് ഇടുമ്പോ ഭയങ്കരമായിട്ട് സ്ക്രീനിങ് ചെയ്യുമായിരുന്നു. ലെഗിങ്സ് പാടില്ല, ജീൻസ് പാടില്ല, പിന്നെ ഷോൾ ഇട്ടുകൊണ്ട് വേണം പോകാൻ. അതുകൊണ്ട് ഞാനും ഇവളും ഒക്കെ ഞങ്ങൾക്ക് ശനിയാഴ്ചകളിൽ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ പെൺപിള്ളേര് തലേദിവസമേ തപ്പി ഇറങ്ങും, ചേരുന്ന പാന്റ് ഉണ്ടോ ഇതുണ്ടോ എന്നെല്ലാം ചോദിച്ച്. പക്ഷെ നമ്മള് യൂണിഫോം ഇട്ടോണ്ട് പോയിരുന്നു അന്നും, അല്ലേ? ഇത് ശരിക്കും തപ്പാൻ മടിയായതുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ ഓർക്കുന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത് വലിയ താല്പര്യം ഇല്ലായിരുന്നു. കാരണം ആ അത് പിന്നെ അലക്കാൻ കൊടുക്കണം. പക്ഷേ ഈ അലക്കാൻ കൊടുക്കുന്നത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലായിരുന്നു. ഞങ്ങൾക്ക് അതെ, ലോണ്ടറി ലോണ്ടറി സർവീസ് ഉണ്ടായിരുന്നു. സർവീസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ പൈസ മേടിക്കും, എല്ലാത്തിനും പൈസ മേടിക്കും, പക്ഷെ സർവീസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം തിരിഞ്ഞ് നോക്കുമ്പം ഹോസ്റ്റലിനെ കുറിച്ച് അവസാനം ഇത് പറയാം. ഏറ്റവും എളുപ്പമുള്ള ജീവിതം ചിലപ്പം ഞങ്ങളുടെ ഈ ഹോസ്റ്റൽ ലൈഫായിരുന്നു. അവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് പാത്രം കഴുകണ്ട, അവിടെ ഞങ്ങൾക്ക് തുണി അലക്കണ്ട, ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ട. ഞങ്ങൾക്ക് ആകെ ചെയ്യാനുള്ളത് സമയത്തിരുന്ന് പഠിക്കുക, കറക്റ്റ് സമയത്ത് കോളേജിൽ പോകുക. അതിനപ്പുറം ഒരു ബുദ്ധിമുട്ട് എക്സെപ്റ്റ് ഫോർ ദിസ് ഫ്രീഡം അങ്ങനെ അനുഭവിച്ചിട്ടില്ല. അതെ അതെ അതെ. ഇപ്പം കറിക്കൊക്കെ അരിയുമ്പോൾ ദൈവമേ അന്ന് എന്ത് സുവർണ അതെ കാലമായിരുന്നു. അതെ. സമയത്തിന് ഓടിപ്പോയാൽ മതിയായിരുന്നു. ഇപ്പൊ ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതൊരു ലൈഫ്. ഇനി നമുക്ക് കോളേജിലേക്ക് പോകാം. ഡീറ്റെയിൽ ആയിട്ട് ഹോസ്റ്റൽ കഥകളൊക്കെ വേറൊരു പോഡ്കാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിന് വേണ്ട കഥകളുണ്ട്, അല്ലെ? അത് തന്നെ. ഗസ്റ്റ് അപ്പിയറൻസസ് ആയി നമുക്ക് നോറേനെയൊക്കെ കൊണ്ടുവന്നിരുന്ന് കഥ പറയാം. കോളേജിലേക്ക് പോകുമ്പോൾ എന്റെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ആദ്യം പറയാം. ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് ആ കോളേജിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ആകെ 2 ബാച്ചുകളെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സീനിയേഴ്സും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവര് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ട്രീം ആയിരുന്നു അത്. പിന്നെ ഞങ്ങൾക്കെല്ലാം പുതിയ ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പം MG യൂണിവേഴ്സിറ്റി ആയിരുന്നു ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ 2 ബാച്ചുകളായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പേപ്പറും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നു ചെക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പം നമുക്ക് ഈ സാറുമാര് എക്സാം കഴിഞ്ഞ് സാറുമാര് പേപ്പർ നോക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ സ്വരം മാറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എല്ലാവരും മോശമായി എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഫീഡ്ബാക്സ് ഒക്കെ കിട്ടുമായിരുന്നു. പിന്നെ പഠിത്തവും കാര്യങ്ങളും ഒന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് നല്ല ലാബ് ഫെസിലിറ്റി, ലൈക് പുതിയതായിട്ട് തുടങ്ങിയ ബാച്ചായിട്ട് കൂടെ നല്ല ലാബ് ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ വെൽ പ്ലാൻഡ്. അതിലൊന്നും പ്രൊജക്ട് ചെയ്യാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, ലൈക് അക്കാഡമിക് വൈസ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ പഠിച്ചതിന്. പിന്നെ വേറെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് പറയുന്നത്, സോഫ്റ്റ്വെയർ സ്കിൽസ് അവർ പഠിപ്പിക്കുമായിരുന്നെങ്കിൽ അത്ര അങ്ങോട്ട് പ്രൊമിനന്റ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് അവരത് ഫോക്കസ് ചെയ്തില്ല. ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ASP+, MATLAB അങ്ങനത്തെ 2-3 സോഫ്റ്റ്വെയർസ് ഒക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് കുറച്ചും കൂടെ ട്രെയിനിങ് ചെയ്ത് പഠിപ്പിക്കും. ബേസിക്സ് ഒക്കെ പഠിപ്പിച്ചു, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആകാമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. ബട്ട് ആ ഒരു സമയത്ത് എല്ലാം അടിപൊളിയായിരുന്നു, നല്ല ഫെസിലിറ്റിയും. ഞങ്ങൾ വേറൊരു ബ്ലോക്ക് ആയിരുന്നു, മെക്കാനിക്കലുകാർക്കൊക്കെ സെപ്പറേറ്റ് വേറൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു.
ഞങ്ങൾ ഓട്ടോമൊബൈൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ബ്ലോക്കിൽ വാടകയ്ക്കായിരുന്നു ക്ലാസ്. അങ്ങനെ അതില് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. സൈക്യംസ് എന്നായിരുന്നു ഞങ്ങളിൽ തന്നെ വിളിച്ചോണ്ട് അല്ലേ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ കോളേജിലും ഉള്ള ടിപ്പിക്കൽ പേര് റോയൽ മെക്ക് എന്നായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴും വർഷങ്ങൾക്ക് ശേഷം എവിടെയാണ് റോയാലിറ്റി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ കുറച്ച് കോളേജ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. ഞാൻ 60 പേരുള്ള ക്ലാസ്സിലെ ഏക ഒരു പെൺകുട്ടിയായിരുന്നു. സോ 59 കള്ളന്മാരും സുഹൃത്തുക്കളും ഞാനൊരൊറ്റ പെൺകുട്ടിയായിരുന്നു. ഞാൻ +2 വരെ ആൺകുട്ടികളോട് സംസാരിച്ചിട്ടില്ല. ഇതിന് കാരണം ചിലപ്പോൾ എൻ്റെ പപ്പയായിരിക്കും, മിണ്ടല്ല്, ആണുങ്ങളോട് മിണ്ടല്ല്, അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് എൻവയറമെൻറ്റിലായിരുന്നു. അങ്ങനെ ഇരുന്ന ഞാൻ ഇതിപ്പം 59 ടീനേജ് ബോയ്സിൻ്റെ അടുത്തേക്ക് കയറി ചെന്നു. അതാണ് മെക്കാനിക്കൽ എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു എക്സ്പീരിയൻസ്. ഞങ്ങളുടെ ഇപ്പം ടീച്ചിങ് ഒക്കെ ആണെങ്കിലും നമ്മുടെ സിലബസ് അത്യാവശ്യം ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിരുന്നു എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. കാരണം എൻജിനിൽ ഇങ്ങനെ കാർബറേറ്ററിൻ്റെ കാര്യം അതൊക്കെ 80കളിലൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. അപ്പം അത് തുടങ്ങിയപ്പോഴാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് കുറച്ച് പഴയ കാര്യങ്ങളാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയായിരുന്നു. പക്ഷേ ടീച്ചേഴ്സൊക്കെ ദേ ഫെൽറ്റ് ഓക്കെ ടു മീ. എനിക്കങ്ങനെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയാനും ഇല്ല, പക്ഷേ അതുപോലെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് പറയാനും ഇല്ല. ഒരു മിക്സഡ് ഇമോഷൻസ് ആയിരുന്നല്ലേ. അത് തന്നെ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിന്റെ പപ്പ ലൈക്ക് ബോയ്സിന്റെ അടുത്ത് മിണ്ടരുത് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് എൻവയോൺമെന്റിൽ നിന്ന് വന്നിട്ട് പിന്നെ എങ്ങനെ ഈ ഒരു ഒറ്റ പെൺകുട്ടിയായിട്ട് ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പപ്പയ്ക്ക് അറിയാലോ, എങ്ങനെ പപ്പ അതിന് ലെറ്റ് ചെയ്തു? അതോ നീ പിന്നെ സ്ട്രീം മാറാം അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നോ ജോയിൻ ചെയ്തത്? അല്ല, പപ്പ പ്യൂർലി ഇപ്പം പപ്പയ്ക്ക് എന്തെങ്കിലും പേഴ്സണൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെങ്കിലും എഡ്യൂക്കേഷൻ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആളാണ്. സോ ഹീ തോട്ട് വാട്ട് വുഡ് ബി ദ ബെസ്റ്റ് ഫോർ മീ. അപ്പോൾ ഇങ്ങനെ ഒരു ആണുങ്ങളുടെ കൂടെയാണ് പഠിക്കുന്നതെന്നുള്ളൊരു ചിന്തയ്ക്കപ്പുറം ഈ സ്ട്രീം എടുത്താലുള്ള ഗുണങ്ങൾ അതായിരുന്നു പപ്പ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ ഞാനും അത് തന്നെയായിരുന്നു നോക്കിയത്. കാരണം ആ സമയത്ത് അത്യാവശ്യം മെക്കാനിക്കൽ കിട്ടാൻ പാടുള്ളൊരു ബ്രാഞ്ചായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ ഇങ്ങനെ ഒരു അറിവുണ്ടായിരുന്നു, മെക്ക് എടുത്താൽ കുറച്ചും കൂടെ പല ജോലികൾക്ക് സാധ്യതയുണ്ട്. ഇപ്പം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി തരുന്നൊരു സ്ട്രീം ആയിരുന്നു എന്നാണ് അന്ന് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് മെയിൻലി മെക്ക് എടുത്തത്. ഇനി നമുക്ക് നമ്മുടെ കോളേജ് ലൈഫില് ഓർക്കുന്ന ഒരു പോസിറ്റീവ് കാര്യം, കുറച്ച് ഇപ്പം അന്ന് വേദനയായിരുന്നു പക്ഷെ ഇപ്പൊ ഫണ്ണി ആയിട്ട് തോന്നുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മേ ബി അവസാനിപ്പിക്കാം അല്ലേ? അതെ. എന്റെ ഫണ്ണി ആയിട്ട് ഞാൻ ഇപ്പോഴും ആലോചിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാ, ഫസ്റ്റ് ഇയറിലായിരുന്നപ്പോ ഞങ്ങക്ക് കോമൺ സബ്ജക്ട്സ് ആണല്ലോ, നമ്മളെല്ലാവരും സെയിം സബ്ജക്ട്സ് അല്ലേ പഠിക്കുന്നത്. എല്ലാ സ്ട്രീമിൽ നിന്നുള്ള ലിറ്റിൽ ബിറ്റ് ഓഫ് ഇലക്ട്രോണിക്സ്, ലിറ്റിൽ ബിറ്റ് ഓഫ് മെക്കാനിക്സ്, ലിറ്റിൽ ബിറ്റ് ഓഫ് ഫിസിക്സ്, അങ്ങനെ അല്ലായിരുന്നു ബേസിക് എഞ്ചിനീയറിംഗ്. അങ്ങനെ എല്ലാവരും സെയിം ഇതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇലക്ട്രോണിക്സ് പഠിപ്പിക്കുന്ന ഒരു സാർ ഉണ്ടായിരുന്നു. ആ സാർ എങ്ങനെയാന്ന് വെച്ചാ, എന്താടി PNG ജംഗ്ഷനോ അങ്ങനെ എന്താണ് അതെ, അങ്ങനത്തെ ഏതാണ്ടൊക്കെ പഠിപ്പിച്ചോണ്ടിരുന്ന ആ സാറ് എങ്ങനെയാന്ന് വെച്ചാ, പുള്ളി ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് നമ്മളോട് ഒരു ജസ്റ്റ് ഐഡിയ പറയും, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ മെയിൻ ആയിട്ട് പഠിക്കണം. പക്ഷെ നമ്മൾ എത്ര ആൻസർ പഠിച്ചെഴുതിയാലും പുള്ളിക്ക് ആ ഒരു ഇഷ്ടപ്പെടുന്ന ലെവലിലോട്ട് നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. പിന്നെ സാർ എങ്ങനെയായിരുന്നു വെച്ചാൽ, പേപ്പർ തരുമ്പം ഇനി സ്കൂളിലൊക്കെ റോൾ നമ്പർ 68 10 മാർക്ക് അങ്ങനെയൊക്കെ വിളിച്ചു പറയുമായിരുന്നു. സാറ് വിളിച്ചു പറയുന്ന കൂടാണ്ട് പേഴ്സണലി പുള്ളിയുടെ അടുത്ത് പോണം. എല്ലാരും ക്ലാസ്സിൽ ഇരിക്കുക, എന്നിട്ട് നമ്മൾ എന്തൊക്കെ പൊട്ടത്തരം എഴുതിയെന്ന് പബ്ലിക്കായിട്ട് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സാറായിരുന്നു. അപ്പം എന്റെ റോൾ നമ്പർ 43. അപ്പൊ എന്റെ റോൾ നമ്പർ വന്നപ്പോ ഞാനിങ്ങനെ ചെന്നു. എന്നിട്ട് എനിക്ക് 50-ൽ എത്രയോ 40-ന് മണ്ടയ്ക്ക് മാർക്കുണ്ട്.
ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി. ബട്ട് എന്നിട്ട് സർ എന്നോട് പറഞ്ഞു, താൻ ഈ കണ്ണെഴുതുന്ന സമയം മതിയല്ലോ തനിക്ക് ഇരുന്ന് പഠിക്കാൻ. എന്നോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു. അതാണ് എനിക്കൊരു സോറി, ഇപ്പം സൗണ്ട് വേറെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എയർപോർട്ടിനടുത്താണ് താമസിക്കുന്നത്. ഫ്ലൈറ്റ് താഴെയും പൊങ്ങുകയും ചെയ്യുന്ന സൗണ്ടാണ്, ക്ഷമിക്കണം. അപ്പൊ അതാണ് എന്റെ ഒരു ലൈക്ക് ഒരു ഫണ്ണി എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ആലോചിക്കുന്നത്. പെട്ടെന്ന് ആലോചിക്കും, വേറെ ഉണ്ട്, പക്ഷെ പെട്ടെന്ന് ആദ്യം വരുന്ന ഇതാ. കുഷ്മാണ്ടത്തിനോ? എൻ്റെ ഫണ്ണി എക്സ്പീരിയൻസ് അത് നിനക്കും ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഞാൻ പറയാം. ഞാനൊരു ദിവസം ഞങ്ങൾക്ക് ലെയ്ത്തിൻ്റെ ലാബ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറോ അങ്ങാണ്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ ലാബിൽ ഇരിക്കുക. അപ്പം എൻ്റെ കൂടെ ആരും വരുന്നില്ല. സോ പീപ്പിൾ അസ്യൂം ദാറ്റ് ഐ വുഡൻ ഡു വെൽ ആൻഡ് ദേ വെർ ട്രൂ. എനിക്ക് ഈ മിഷൻ പരിപാടിയൊന്നും പറ്റത്തില്ല എന്ന് ഞാൻ ഏകദേശം തേർഡ് ഇയർ ആയപ്പോഴേ ഉറപ്പിച്ചായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്കത് വല്ലാണ്ട് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. ഐ വാസ് എ വെരി വെരി സെൻസിറ്റീവ്, ഐ എം സ്റ്റിൽ എ സെൻസിറ്റീവ് അഡൾട്ട്. ഐ എം ഈവൻ മോർ സെൻസിറ്റീവർ ടീനേജർ. സോ അന്നൊക്കെ ആണെങ്കിലും ഓപ്പോസിറ്റ് ജെൻഡറിന് വാലിഡേഷനൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെയുള്ളൊരു സമയമായിരുന്നു. പക്ഷെ ലെയ്ത്തിൻ്റെ സമയത്ത് എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആരുമില്ല എന്നൊക്കെ വിചാരിച്ച് ഈ പ്രൊപ്പഗേഷൻ പോലെയില്ലേ, ന്യൂക്ലിയർ പ്രൊപ്പഗേഷൻ പോലെ എനിക്കങ്ങ് വിഷമം അങ്ങ് കൂടി അങ്ങ് വന്നിട്ട് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്കൊരു എൻ്റെ ട്രാൻസ്ഫർമേഷൻ വേണമെന്ന് പറഞ്ഞ് ഞാൻ റൂംമേറ്റായ മറിമാണ്ടത്തിനെയും കൊണ്ടൊരു കടയിൽ പോയി തല മൊട്ടയടിക്കാൻ പോയി. അന്ന് മറിമാണ്ടത്തിന് കുറച്ച് വെളിവുള്ളതുകൊണ്ട് ആ സമയത്ത് എടി മുട്ടയടിക്കണോ, നമുക്കൊന്നും പറ്റാല്ല, വെട്ടിയാൽ പോരെന്ന് പറഞ്ഞ് അവൾ ഇതുകൊണ്ട് ഒതുക്കി. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അത്യാവശ്യം എനിക്ക് ഷോൾഡർ ലെങ്ത് കൂടുതൽ മുടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ അത് നല്ല ബോയ്ക്കട്ട് പോലെ വെട്ടിയായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ അന്ന് ഭയങ്കര വിഷമം പിടിച്ച് അയ്യോ എനിക്കാരുമില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് കരഞ്ഞുകൊണ്ടിരുന്ന സമയമായിരുന്നു. പക്ഷേ പിന്നീട് അവിടെ പോയി മുടി വെട്ടി ആൻഡ് ദാറ്റ് വാസ് ആൻ എക്സ്പീരിയൻസ്. And if I had to do it again, I would still do it. അതാണ് എനിക്ക് ഹാപ്പി. ഒരു ഇമ്പൾസീവ് ഡിസിഷൻ അല്ല, എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. ഭയങ്കര വിഷമിച്ചു വന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. ഈ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിലും പൊതുവെ ഒരു ഇതുണ്ടല്ലോ, എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് വെക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്ന മുടിയാണല്ലോ. പക്ഷെ അത് വെട്ടിക്കഴിഞ്ഞിട്ട് ഭയങ്കര സ്വിച്ച് ഇട്ട പോണക്ക് നീ ഹാപ്പി ആയി അല്ലേ? അതൊരു വേണ്ട ഒരു ചേഞ്ച് ആയിരുന്നു എന്ന് തോന്നുന്നു. ലൈക്ക് എൻ്റെ വീട്ടിലാണെങ്കിൽ അത്യാവശ്യം സ്ട്രിക്റ്റാ, എൻ്റെ കോളേജിൽ എൻ്റെ ക്ലാസ്സിലാണെങ്കിലും ഐ തിങ്ക് ഞാൻ തന്നെ എനിക്ക് തന്നെ കൊണ്ടുവന്ന കുറേ പ്രഷറും മറ്റും ഉണ്ടായിരുന്നു. സോ ഇൻ എ വേ അതൊരു റിലീസായിരുന്നു, ഒരു റിവോൾട്ട് ആയിരുന്നു, ഒരു റിലീസായിരുന്നു. സോ പിന്നെ ഒരു ഫോം ഓഫ് എക്സ്പ്രഷൻ ആയിരുന്നു കൈൻഡ് ഓഫ്. അതെ അതെ, എൻ്റെ വീട്ടിൽ മെമ്മറബിൾ എക്സ്പീരിയൻസ്. എനിക്ക് ഇനി ഞാൻ കുറച്ച് ആ സമയത്ത് വിഷമായിരുന്നു, പക്ഷെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോ ഭയങ്കര ഫണ്ണി ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഇൻസിഡന്റാ പറയാൻ പോകുന്നത്. എനിക്ക് നമ്മളെ ലാബ് ഗ്രൂപ്പ് തിരിക്കുന്ന എപ്പോഴും 4-5 പേരുള്ള ടീമായിട്ടാണ് ലാബ് ഗ്രൂപ്പ് തിരിക്കുന്നത്. അപ്പം നമ്മള് ഫസ്റ്റ് ഇയർ തൊട്ടുള്ള ലാബ് ഗ്രൂപ്പ് ആയിരിക്കും ലാസ്റ്റ് ഇയർ വരെയും. കാരണം റോൾ നമ്പർ അടിസ്ഥാനത്തിലാണ് തിരിക്കുന്നത്. അതായത് 42, 43, 44, 45. ഞാൻ 43 ആയിരുന്നു. അപ്പൊ ആ ഒരു 4 പേര് 5 പേര് ഒരു ഗ്രൂപ്പ് അങ്ങനെ. അപ്പം ഫസ്റ്റ് ഇയർ ചെന്നപ്പം ഞാൻ എന്റെ ലാബ് ഗ്രൂപ്പിലെ ഒരു പർട്ടിക്കുലർ പയ്യൻ, അവനെ എന്ത് വിളിക്കണോടി? LP ആണോ അതോ? അതെ അതെ, എന്നാ നമുക്ക് അവന് ലൂക്കസ് എന്ന് പേരിടാം. ലൂക്കസ് എന്ന പേരുള്ള പയ്യനുമായിട്ട് അടിയായി ലാബ് ഗ്രൂപ്പിൽ. എന്തായിരുന്നു റീസൺ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തോ സീരിയസ്, എന്നെ എന്തോ മോശം വാക്ക് വിളിക്കോ, അതിന്റെ പേരിൽ ഞാൻ എന്തോ വഴക്കുണ്ടാക്കുകയോ ചെയ്ത് അവനോട് അടിവെച്ചു. എന്റെ ഗ്രൂപ്പിലായിരുന്നു അവൻ. പിന്നെ എനിക്ക് ആ ഫസ്റ്റ് ഇയർ ഫുൾ അസ്കിതയായിരുന്നു. കാരണം ഇവൻ ആ ഗ്രൂപ്പിലുള്ളതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഗ്രൂപ്പിലിരിക്കാൻ. നമ്മളിപ്പൊ കണ്ടാലും കടിച്ചു കീറും എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. എന്നിട്ട് ഞാൻ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും എന്ത് ചെയ്തു, ആ ക്ലാസ് ടീച്ചറിനെ സോപ്പിട്ട് ഗ്രൂപ്പ് മാറി. അതായത്
നെക്സ്റ്റ് അതായത് 45 വരെ എങ്ങാണ്ട് ഒരു ഗ്രൂപ്പ്, പിന്നെ 45 തൊട്ട് 50 വരെ ഒരു ഗ്രൂപ്പ്. അതായത് നെക്സ്റ്റ് ഗ്രൂപ്പിലേക്ക് പോയിട്ട് അവിടുത്തെ ഒരു പെണ്ണിനെ പറഞ്ഞ് എന്റെ ഗ്രൂപ്പിലോട്ട് വിട്ടു. അങ്ങനെ അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. 2 വർഷം, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി അങ്ങനെയായിരുന്നു ഇരുന്നത്. എന്നിട്ട് 4ാം വർഷം ഈ പരിപാടി ചെയ്യാന്ന് ഓർത്തേക്ക്, അതായത് ഇത്രയും വർഷങ്ങൾ ഞങ്ങൾ മിണ്ടിയിട്ടില്ല. ഓക്കെ, അതിന്റെ ഓർമ്മ വേണം. എന്നിട്ട് 4ാം വർഷവും ഞാൻ ഈ പരിപാടി കാണിക്കാന്ന് വിചാരിച്ചപ്പം ടീച്ചർ പറഞ്ഞു, തനിക്ക് തോന്നുന്ന പോലെ ഒന്നും പോയിരിക്കാൻ പറ്റും, ഇവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും ഈ ലൂക്കസിന്റെ ഗ്രൂപ്പിലേക്ക് വന്നു. വന്നതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ അത്യാവശ്യം കാൽക്കുലേഷൻ ഒക്കെ അത്യാവശ്യം എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടുപിടിച്ചോണ്ടൊക്കെ വരും. അപ്പം നമ്മള് ലാബിൽ പോകുമ്പോൾ നമ്മൾ റീഡിങ് മാത്രം എടുത്തോണ്ട് വരും. എന്നിട്ട് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം ഗ്രാഫും എല്ലാം വരച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈമോ അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ കാണോ അതിനുള്ളിൽ വെച്ച് സിഗ്നേച്ചർ മേടിക്കണം. അപ്പൊ നിനക്കറിയാതെ ഈ പ്രോസസ്സ്, എല്ലാത്തിനും സിഗ്നേച്ചർ ഉണ്ടെങ്കിലേ അവസാനം അവർ സമ്മതിക്കുള്ള എക്സാം എഴുതാൻ, അങ്ങനത്തെ ഒക്കെ കുറെ സ്ട്രിക്റ്റ് പരിപാടികളൊക്കെ ഉണ്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ ഈ ലൂക്കസ് എന്ത് വിചാരിച്ചു, അവൻ എന്നോട് കൂടിയാലേ, കാരണം ഞാനാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്, ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുമായിരുന്നു വർക്ക്. അപ്പം എന്റെ പർട്ടിക്കുലർ എക്സ്പെരിമെന്റിന്റെ കാൽക്കുലേഷൻ ഞാൻ ചെയ്യുമ്പം അത് എന്റെ നോക്കി എഴുതിയാലല്ലേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പം അവൻ തന്ത്രപരമായി കൂട്ടുകൂടി എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത്. ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച്, അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധമൊന്നും ഇല്ല, പക്ഷെ എന്തോ ഒരു അസ്കിതയായിരുന്നു അതിനെ കാണുമ്പോ. അപ്പൊ അത് കാരണം മിണ്ടാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് 4th ഇയർ ആയപ്പം മിണ്ടി, അതായത് ഇന്ന് മിണ്ടിയതേ ഉള്ളൂ. നാളെയാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഒരു റൂളുണ്ട്, ലാബിൽ കയറുന്നതിന് മുന്നേ എല്ലാം എഴുതിക്കൊണ്ട് വരണം. അതായത് ലാബ് ചിലപ്പം സെമിസ്റ്റർ തുടങ്ങുമ്പോഴേ പറയും ഇത്രയും എഴുതിക്കൊണ്ട് വരണം. കുറെ എഴുതാനുണ്ട്. അതുപോലെ ഓരോ സബ്ജക്റ്റിന്റെ ലാബിന് ഇത്രയും 50 പേജസോളം എഴുതുക എന്ന് പറയുന്നത് ഒരു നൈറ്റിൽ സാധിക്കത്തൊന്നുമില്ല. അപ്പം കുറെ പേര് ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതും, കുറെ പേര് ഉച്ചവരെ ലീവ് എടുത്ത് ഹോസ്റ്റലിൽ ഇരുന്ന് എഴുതും. വേറെ കുറെ പേരുണ്ട് എന്നെ പോലെ ക്ലാസ്സിൽ പോവാന്ന് പറഞ്ഞു പോയിട്ട് ഞങ്ങളുടെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിന്റെ മേളത്തെ ഫ്ലോർ ഫുൾ എംറ്റി ആയിട്ട് കിടക്കുമായിരുന്നു. അവിടെ പോയിരുന്ന ഇതും അങ്ങനത്തെ ഇത്. അപ്പൊ ഞാൻ എന്നാടി നല്ല സ്റ്റോറിയാ പറയായിരുന്നു. ഇതുപോലെ ഒരു ദിവസം ഞാനിങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് വരും. അപ്പൊ ഈ പർട്ടിക്കുലർ ലൂക്കസിനെ കണ്ടു. അപ്പം ഞങ്ങൾ ഇന്നലെ കൂടിയതേ ഉള്ളൂ, ഇന്നാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പം എന്നോട് ചോദിച്ചു ലാബ് റെക്കോർഡ് എല്ലാം എഴുതിയോ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ചും കൂടെ എഴുതാനുണ്ട്. ക്ലാസ് ബങ്ക് ചെയ്യുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആലോചിച്ചപ്പോ എന്താ, ഞാൻ എനിവേ ബങ്ക് ചെയ്ത് മേളിൽ വല്ലതും പോയിരുന്ന് എഴുതാനുള്ള മൂഡിലാ വന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ബങ്ക് ചെയ്യാം, ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് ആ മേളിലോട്ടുള്ള സ്റ്റെയർവേയിൽ ഇരുന്ന് എഴുതുക. അപ്പം അവിടെ തൂക്കുന്ന ചേച്ചിമാര് വരുന്നു, ഒരു ക്ലീനിങ് ലേഡി വന്നു, അവര് തൂത്തുകൊണ്ട് പോയി. എന്താ പിള്ളേരെ എവിടെ ഇരിക്കുന്ന വെച്ചപ്പോ പറഞ്ഞു ചേച്ചി റെക്കോർഡ് എഴുതാനുണ്ട്. അവരൊക്കെ ഞങ്ങളെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പബ്ലിക് സ്പേസിലാണ് ഇരിക്കുന്നത്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ മേളിൽ ആൾ താമസം, ക്ലാസ്സും ഇവരെന്തിനാ അങ്ങനെ അവിടെ ഇരിക്കുന്ന, അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ്. ഓക്കെ, എന്നിട്ട് പീരീഡ് കഴിഞ്ഞു. അതായത് ആദ്യത്തെ 2 പീരീഡ് ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ ലാബിലോട്ട് പോകും. അടുത്ത 2 പീരീഡാണ് ലാബ്. അപ്പം ക്ലാസ്സിൽ നിന്ന് പിള്ളേരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ലാബിൽ പോകാനായിട്ട്. അപ്പൊ ഞങ്ങൾ 2 പേരും കൂടെ ഈ സ്റ്റേഴ്സ് ഇറങ്ങി വരുമായിരുന്നു കഴിഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് ഇലക്ട്രിക്കലിലെ ഒരു സാറ് അതുവഴി വന്നേ, നിങ്ങൾ എന്തായിരുന്നു അവിടെ ചെയ്തോണ്ടിരുന്നത്? എന്ത് ചെയ്യാ, ലാബ് റെക്കോർഡ് എഴുതിക്കൊണ്ടിരിക്കും. ഞങ്ങൾ റെക്കോർഡൊക്കെ ക്ലിയർലി വിസിബിൾ ആണ്, ഞങ്ങൾ എഴുതുമായിരുന്നു, റെക്കോർഡൊക്കെ പിടിച്ചോണ്ടാ വരുന്നത്. എന്നാലും നിങ്ങൾ അവിടെ എന്തിരിക്കും? ഞങ്ങൾ പറഞ്ഞു ലാബ് ഇരിക്കുമായിരുന്നു, ഞങ്ങളെ കണ്ടവരുണ്ട്, ക്ലീനിങ് ലേഡി ഞങ്ങളെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ആ സ്റ്റേഴ്സിൽ ഇരിക്കുമായിരുന്നു. ഇപ്പം ലാബിൽ പോവാ, നിങ്ങൾ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പിടിച്ചോണ്ട് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി. അപ്പം ഞങ്ങളെ കൊണ്ടുപോകുന്ന, ഞങ്ങളെ 2 പേരും പിടിച്ചു. ഞങ്ങൾ ലാബൊക്കെ പിടിച്ചു, ലാബ് റെക്കോർഡൊക്കെ പിടിച്ചു, അതിൽ ലാബ് കോട്ട് എല്ലാം ഉണ്ട്. ഞങ്ങളെ കൊണ്ടുപോകുമ്പോഴാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരെ ഇറങ്ങി വരുന്നത്. ഓക്കെ, ഇവരെവിടുന്ന ഈ വരുന്നെന്നുള്ള രീതിയിൽ. അപ്പൊ ക്ലാസ്സിൽ ഫുള്ള് അറിയാം ഞങ്ങള് വഴക്കാന്നും ഇന്നലെയാ കൂടിയെന്ന്. ഓക്കെ, ടീച്ചേഴ്സിന് പറയാം ഈവൻ, കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ ഗ്രൂപ്പ് മാറി കളിച്ചോണ്ടിരുന്നത്. എന്നിട്ട് ഞങ്ങളെ ലാബിൽ കൊണ്ടുപോയി. ഈ സാറ് പറയുന്ന കേട്ടാ തോന്നുന്നു നമ്മൾ അവിടെ എന്തോ അതെ ചെയ്തിട്ട് നമ്മളെ ഈ സാറ് റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിച്ചോണ്ട് പോവാന്നുള്ള രീതിയിലാണ് നമ്മുടെ ടീച്ചറിന് പറഞ്ഞു കൊടുത്തത്.
എന്നിട്ട് ഞാൻ ടീച്ചറിനോട് പറഞ്ഞത് എന്റെ ഇത്രയും കാര്യങ്ങളാണ് എഴുതിയത്. അപ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട്, കാരണം നമ്മൾ അന്ന് അത്രയും സ്ട്രോങ് അല്ല, ദൈവമേ ഞങ്ങളെ പറഞ്ഞു വിടുവോ ഇനി, അങ്ങനത്തെ ഒക്കെ ചിന്തയാ മനസ്സിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു. ടീച്ചർ മിസ് പറഞ്ഞു അതിനെന്താ പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഈ സാറിന്റെ പാട്ടിന് പോയി. എന്നിട്ട് ഈ സാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഡിപ്പാർട്ട്മെന്റിൽ പോയി ഇത് ഫേമസ് ആക്കി. ഓക്കെ, ഇങ്ങനെ രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട്. ആ സാർ ടേൺഡ് ഔട്ട് പുള്ളിക്ക് എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഹി ഹിംസെൽഫ് പെണ്ണുങ്ങൾക്ക് ലൈക്ക് മോശം മെസ്സേജുകളൊക്കെ അയക്കുന്ന ഒരുത്തനാണെന്നാണ് ഞാൻ വേർഡ് ഓഫ് മൗത്ത് കേട്ടത്. ഐ ഡോണ്ട് നോ സ്ഥിതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എനിവേ ഈ സാറ് അത് ഇങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് ആ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സാറ് ഞങ്ങളെ ഫസ്റ്റ് ഇയറിൽ ഇലക്ട്രോണിക്സ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സാർ എന്നെ അന്വേഷിച്ച് ക്ലാസ്സിൽ വന്നിട്ട് എന്താ ഞാൻ ഈ കേൾക്കുന്നത്, തന്നെ കുറിച്ച് ഇങ്ങനെയൊന്നല്ല വിചാരിച്ചിരുന്നു. എനിക്കങ്ങ് അരിശാണോ ദേഷ്യാണോ, നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളെ അക്യൂസ് ചെയ്യുവാണെങ്കിൽ പ്രശ്നമില്ല. ഇത് നമ്മളൊരു റെക്കോർഡ് എഴുതിയതിന്റെ പേരിൽ ഇത് കേൾക്കുന്നു. പോരാത്തതിന് ഈ ജന്തുവിനോട് ഇന്നലെ കൂടിയതേ ഉള്ളൂ, അതിനു മുന്നേ പണി വരുമോ. ലൂക്കസിന് പക്ഷെ പ്രശ്നമൊന്നുമില്ല. പുള്ളി ഇങ്ങനെ വടി പോണക്ക് എടി കരയേണ്ട, എനിക്ക് കാല് മടക്കി ഒരു തൊഴി കൊടുക്കാൻ. അതെ, അന്ന് കുറച്ച് വിഷമായിരുന്നു. പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ ഒരു ഫണി ഇൻസിഡന്റ്. അതെ അതെ. ഏകദേശം ഊഹിക്കാലോ, ഞങ്ങളുടെ കോളേജില് കുറെ ഒരു മെജോറിറ്റി പ്രൊഫസേഴ്സും ഒരു പഴയ പോലീസുകാരുടെ നയമായിരുന്നു. അതുകൊണ്ട് ഐ ഡോണ്ട് നോ, അറ്റ്ലീസ്റ്റ് നമ്മുടെ ബാച്ചിലുള്ള ആൾക്കാർ ഇപ്പോഴും നല്ല ടച്ചിലുണ്ടോ എന്ന് ഐ വണ്ടർ. ദർ മേ ബി പീപ്പിൾ, ബട്ട് ഇതൊക്കെയായിരുന്നു സിറ്റുവേഷൻ. എനിക്കിപ്പോൾ ഓൺ ടോപ്പ് ഓഫ് ദ മൈൻഡിൽ എൻ്റെ ആ മുടിവെട്ട് കേസ് എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ. നമുക്ക് പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഓൺ ഷോർട്ട് നോട്ടീസ്, അന്ന് നിൻ്റെ ശത്രുവായിരുന്ന LP ലൂക്കസ് എന്താണെങ്കിലും പിന്നീട് ഞങ്ങൾ രണ്ടുപേരും സൗഹൃദം കണ്ടിന്യൂ ചെയ്യുകയും പിന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞങ്ങളുടെ കൂടെ വണ്ടർല വരികയും ചെയ്തായിരുന്നു. അതെ അതെ, കാര്യം അന്ന് 4th ഇയർ തൊട്ടാണ് പിന്നെയും സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ അത്യാവശ്യം ക്ലാസ്സിൽ ലൈക്ക് കണ്ടിന്യൂസ് കോണ്ടാക്ട് ഇല്ല, എന്നാൽ സ്റ്റിൽ ലൈക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാൾ. അതെ, നമ്മുടെ രണ്ടുപേരുടെയും പിന്നീട് ഒരു കോമൺ ഫ്രണ്ട് ഒക്കെ ആയി മാറി അല്ലേ. ആളിപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്, നല്ലൊരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്തു പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ കോളേജ് ഇൻസിഡൻസ്. ഇനിയും കുറേ ഉണ്ട്, പക്ഷെ ഇതെല്ലാം ഒരു പോഡ്കാസ്റ്റിൽ തീരുന്നില്ല. നമുക്ക് വീണ്ടും അടുത്ത പോഡ്കാസ്റ്റുകളിലും പല എപ്പിസോഡുകളിലുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എൻ്റെ കേസിലാണെങ്കിൽ ഒറ്റ പെൺകുട്ടിയായിട്ട് താമസിച്ചതല്ലല്ലോ, അവിടെ പഠിച്ച കുറേ എക്സ്പീരിയൻസ്, കഥകൾ, അനുഭവം, അതിനെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്യാം. മറിമാണ്ടത്തിൻ്റെ ആണെങ്കിലും ഇനിയും കുറേ കഥകൾ കമ്പനി കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ, കൂടെ എൻ്റെ. അപ്പോൾ ഇനി നമുക്ക് എന്നാൽ അടുത്ത ആഴ്ച കാണാം അല്ലേ മറിമാണ്ട? അതെ അതെ, അടുത്ത ആഴ്ച ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളുമായി ഞങ്ങൾ തിരിച്ചു വരും. പോഡ്കാസ്റ്റിന്റെ ആദ്യമേ പറഞ്ഞ പോലെ ഈ ചെറിയ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം കോളേജിന്റെ പേരും ഒക്കെ പിടികിട്ടി കാണുമെങ്കിൽ കമന്റ് ബിലോ. നിങ്ങൾക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആസ് അല്ലേ. അപ്പൊ ഞങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന പ്രിയ ശ്രോതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത ആഴ്ച നോക്കലാം. അതെ, നന്ദി, നമസ്കാരം. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.